ദുരന്ത ഭൂമിയിൽ മരണപ്പെട്ടവരുടെ എല്ലാ വിധത്തിലുമുള്ള നഷ്ടങ്ങളുണ്ടായവരുടെ ഓർമ്മകളുടെ മുമ്പിൽ ശിരസ് കുനിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും വിധത്തിലൊരു പ്രത്യേകമായ ആഗ്രഹം പോലുമില്ലാതെ പെരുമഴയത്ത് ദിവസങ്ങളോളം പേര് പോലും ഒരു ചുമരുകളിലും എഴുതി വയ്ക്കാൻ ഇഷ്ടപ്പെടാതെ ഏതെങ്കിലും ഒരു രേഖയിൽ ദിവസങ്ങളോളം നീണ്ട തന്റെ സാഹസികമായിട്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനം രേഖപ്പെടുത്തണമെന്ന് മനസ്സിൽ ഒരിക്കൽ പോലും ആഗ്രഹിക്കാതെ ഈ മണ്ണ് വന്നു കണ്ട് ഇവിടെ കരഞ്ഞും ഇവരെ സ്നേഹിച്ചും നമ്മളോടൊപ്പം നിന്നും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ആദ്യാവസാനം സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഇടപെട്ടുമൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരോട്, പതിനായിരക്കണക്കിന് മനുഷ്യരോട്, അകലങ്ങളിൽ ഇരുന്ന് ചൂരന്മലയിലെ മനുഷ്യർക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അവർക്ക് വേണ്ടി ഭാവിക്കുന്നവർക്ക് എല്ലാവർക്കും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹൃദയത്തിൽ തൊട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തും. ഞാൻ പലതവണ ആവർത്തിച്ചൊരു കാര്യം, കേരളത്തിന്റെ നിയമസഭയിലും മറ്റെല്ലായിടത്തും ഒരു തവണ കൂടി പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കേട്ടതായിരിക്കും, പക്ഷെ അത് വീണ്ടും പറയാതെ പോകാനാകില്ല. ചൂരന്മല ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ചൂരന്മലയിൽ ജൂലൈ 30 അർദ്ധരാത്രിയും കഴിഞ്ഞ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് മേപ്പാടി ആസ്ട്ര മെഡിസിറ്റി ആശുപത്രിയുടെ ഭ്രാന്തമായ വരാന്തകളിൽ ആർപ്പുവിളികളുടെയും നിലവിളികളുടെയും രോദനകളുടെയും ചോരയുടെയും കണ്ണീരിന്റെയും ഒക്കെ നടുവിലൂടെ അസ്തപ്രത്യരായി നടന്നു പോകുന്ന നേരത്ത് ഞങ്ങൾ കണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ പട്ടടയിലേക്ക് എടുക്കുന്ന നേരം വരെ മനസ്സിൽ നിന്ന് വിടാതെ പോയ ഒരു അനുഭവം ആ നേരത്തിന്റെ വാട്സപ്പിലേക്ക് ഒരു പെൺകുട്ടി അയച്ച സന്ദേശമാണ്. ആ പെൺകുട്ടി ആരെന്ന് ഒരു വർഷക്കാലം കഴിഞ്ഞിട്ടും എനിക്കറിയില്ല. ആ പെൺകുട്ടി എന്നെ കാണാൻ വന്നിട്ടില്ല, പിന്നീട് ഒരു സന്ദേശം അയച്ചിട്ടില്ല. ആ പെൺകുട്ടി പക്ഷേ ഈ അർദ്ധരാത്രിയും കഴിഞ്ഞ നേരത്ത് അതുവരെ കാണാത്ത മന്ത്രിക്ക് ഒരു സന്ദേശം അയച്ചു. ആ സന്ദേശം ഇങ്ങനെയാണ്: പെൺകുട്ടി എന്ന വാക്ക് ഞാൻ ആവർത്തിച്ച് പ്രയോഗിക്കുമ്പോഴും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ മലയാളം അപേക്ഷ കൊടുക്കാതെ നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമായ അമ്മ എന്ന 2 അക്ഷരം അംഗീകാരത്തോടെ കിട്ടിയ ഒരു പെൺകുട്ടിയാണവൾ. 3 വരികളുള്ള ഒരു സന്ദേശം. ആ സന്ദേശം ഇങ്ങനെയാണ്: സാർ, ചൂരന്മലയിലെ വാർത്തകൾ ടിവിയിൽ കണ്ട് കരട് പിടയുകയാണ്. മുലകുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ഇപ്പോൾ ഒരു ചാനൽ എഴുതി കഴിഞ്ഞു. മുലകുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായൊരമ്മ വിളിപ്പാടകല കാത്തിരിക്കുന്നുണ്ട് എന്നങ്ങ് അവരെ അറിയിക്കണം എന്നാണ് ഇതുവരെ കാണാത്ത അമ്മയായ ഒരു കൊച്ചു പെൺകുട്ടി അയച്ച സന്ദേശം. പ്രിയപ്പെട്ടവരെ, ഈ മണ്ണിൽ നമ്മളെ ജീവിക്കാൻ, ഈ മണ്ണിൽ നമ്മളെ നിവർന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ വികാരമാണ്. ചോര രക്തബന്ധമൊന്നുമില്ലാത്ത, പൊക്കിൾക്കൊടി ബന്ധം ഏതുമില്ലാത്തൊരു കുഞ്ഞ് മുലകുടിക്കാനാകാതെ ചുണ്ട് വിറയ്ക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോ നിറമാറു ചുരത്തുന്നതാണ് മലയാളത്തിന്റെ മാതൃത്വം എന്നതാണ് ഈ മണ്ണിൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് വിനയപൂർവം കണ്ണീരോടെ ഈ ഘട്ടത്തിൽ ഓർത്തുകൊണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, ഞങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടാകും, ഞങ്ങളത് പറയും, ഞങ്ങളത് കേൾക്കും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷേ മാധ്യമങ്ങളും ഞങ്ങളുടെ ശ്രദ്ധ, ലോകത്തിന്റെ ശ്രദ്ധ ചൂണ്ടേണ്ടിടത്ത പലയിടങ്ങളിലും ചൂണ്ടിയതിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റെല്ലാം ഇന്ന് വൈകുന്നേരം പത്രക്കാരെ കാണുമ്പോൾ സൂചിപ്പിക്കുന്നതാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തി ഒരിക്കൽ കൂടി ഈ വലിയ ദുരന്തത്തിന്റെ മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.